നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിഷയമാണ് കൗൺസിലിംഗ്. ഇനി കൗൺസിലിംഗ് എന്താണെന്ന് നോക്കാം. കൗൺസിലിംഗ് ഈസ് എ സയൻറ്റിഫിക് പ്രോസസ് ഓഫ് അസിസ്റ്റൻസി extended by an expert in an individual situation to a needy person. It involves relationship between two persons in which one of them counselor attempts to assist the other counselee or client in organizing himself. ഒരു വ്യക്തിക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ഒരു വിദഗ്ധനിൽ നിന്ന് ലഭിക്കുന്ന ശാസ്ത്രീയമായ സഹായമാണ് കൗൺസിലിംഗ്. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതിൽ ഒരാൾ കൗൺസിലർ, മറ്റൊരാൾ കൗൺസിലി അല്ലെങ്കിൽ ക്ലയൻറ്റ്. ഇതിലൂടെ കൗൺസിലർ കൗൺസിലിയുടെ സ്വഭാവം ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഡെഫിനിഷൻ: അക്കോർഡിംഗ് ടു റോഗേഴ്സ്, counseling is a series of direct contacts with the individual which aim to offer him assistance in changing the attitudes and behavior. Shostrom has defined counseling as a self-adjustive process which helps the client become more self-directive and self-responsible. റോഗേഴ്സിൻ്റെ അഭിപ്രായത്തിൽ കൗൺസിലിങ്ങിലൂടെ ഒരു വ്യക്തിയുമായി നേരിട്ടുള്ള ബന്ധമാണ് നടക്കുന്നത്. ഇതിൽ ഒരു വ്യക്തിയുടെ മനോഭാവങ്ങളും പെരുമാറ്റവും മാറ്റുവാനായി സഹായിക്കും എന്നുള്ള വാഗ്ദാനമാണ് നൽകുന്നത്. കൗൺസിലിംഗ് ഒരു സ്വയം ക്രമീകരിക്കുന്ന ഒന്നായാണ് ഷോസ്റ്റോം നിർവചിച്ചിരിക്കുന്നത്. ഇത് ക്ലയൻറ്റിനെ സ്വയം നിയന്ത്രിക്കാനും സ്വയം ഉത്തരവാദിത്തമുള്ളവരാക്കാനും സഹായിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ്: പ്രോസസ് ഓഫ് ചേഞ്ച്, ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ഫോർമൽ, private and personal. Face-to-face relationship. Dynamic relationship. Continuous process makes individual self-sufficient. ഒരു വ്യക്തിയുടെ മാറ്റങ്ങളും പുരോഗതിയും പഠിക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. ഇത് തികച്ചും ഔപചാരികവും സ്വകാര്യതയും വ്യക്തിപരവുമാണ്. മുഖാമുഖമുള്ള ബന്ധമാണ് ഇതിൽ നടക്കുന്നത്. കൗൺസിലിംഗ് കഴിയുന്നതിലൂടെ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഇതിലൂടെ ഒരു വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കുന്നു. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്: നാവിഗേറ്റ് ഡിഫിക്കൽട്ട് ലൈഫ് സിറ്റുവേഷൻസ് ടു ഹെൽപ്പ് ഇൻ ദി ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ദി ടൂൾസ് ആൻഡ് ഇൻസൈറ്റ്സ് ടു മാനേജ് മെൻ്റൽ ഇഷ്യൂസ് സച്ച് ആസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. To help the students in vocational development. It allows students to talk to teachers about various experiences that make them uncomfortable. They can openly share problems that they cannot share with their parents. Students will be able to know about themselves and easily encounter the problems that they face in day-to-day life. To identify their strength, weakness and at the same time work on their strength and area of interest to do wonders in future. പ്രയാസമുള്ള ജീവിത സാഹചര്യങ്ങൾ നിയന്ത്രിക്കുവാനായി ഇത് സഹായിക്കുന്നു. ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും കൗൺസിലിംഗ് സഹായിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച ഇതിലൂടെ ലഭിക്കുന്നു. തൊഴിൽപരമായ പുരോഗതി കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. മാതാപിതാക്കളുമായി പങ്കിടാൻ കഴിയാത്ത പ്രശ്നങ്ങളും അതുപോലെ അവരെ അസ്വസ്ഥരാക്കുന്ന വിവിധ അനുഭവങ്ങളും തങ്ങളുടെ അധ്യാപകരുമായി സംസാരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സ്വയം നിയന്ത്രിക്കാനും നിത്യജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും ഇതിലൂടെ കഴിയുന്നു. തങ്ങളുടെ കഴിവുകളും പോരായ്മകളും തിരിച്ചറിയാനും അതുപോലെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവിയിൽ വിജയം കൈവരിക്കുന്നതിനുമായി ഇത് സഹായിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ്: ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ്, ഇൻക്രീസ്ഡ് അസർട്ടിവ്നെസ്, റിഗെയിനിങ് ഇമോഷണൽ ബാലൻസ്, റിലീഫ് ഫ്രം ഡിപ്രഷൻ, ഇംപ്രൂവ്ഡ് കോൺഫിഡൻസി, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, recovery from anxiety and worry, addiction recovery, trauma resolution. ഇതിലൂടെ വ്യക്തികൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനായി സാധിക്കുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ വേണ്ട
അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യം എടുക്കുവാനായി സാധിക്കുന്നു. വൈകാരികമായിട്ടുള്ള സന്തുലിതാവസ്ഥ വീണ്ടെടുത്തു കൊടുക്കുന്നു. വിഷാദത്തിൽ നിന്നുമെല്ലാം ഇതിലൂടെ മോചനം ലഭിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഇത് സഹായിക്കുന്നു. മറ്റുള്ള വ്യക്തികളോട് പ്രയോജനകരമായ രീതിയിൽ ആശയവിനിമയം നടത്തുവാൻ ഇത് സഹായിക്കുന്നു. ഉത്കണ്ഠ, വിഷമം എന്നിവയിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കുന്നു. മാരകമായ വസ്തുക്കളിൽ നിന്ന്, മയക്കുമരുന്ന്, മദ്യപാനം അത്തരത്തിലുള്ള വസ്തുക്കളിൽ നിന്നും മോചനം ലഭിക്കുന്നു. മോശമായ ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള വേദനയിൽ നിന്ന് വ്യക്തികൾക്ക് ഇത് മോചനം നൽകുന്നു. പ്രബോധനം അഥവാ കൗൺസിലിംഗ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്: ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ-ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് അഥവാ നിയോഗരൂപ പ്രബോധനം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. ഇത് ദേശാത്മക പ്രബോധനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇറ്റ്സ് എ കൗൺസിലർ സെൻറ്റേർഡ് പ്രോസസ്. ഇത് പ്രബോധക കേന്ദ്രിത പ്രബോധനമാണ്. ദി കൗൺസിലർ ഡയറക്ട് ദി ക്ലയൻറ്റ് ടു ടേക്ക് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു റിസോൾവ് ഹിസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ കൗൺസിലർ അഥവാ പ്രബോധകൻ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ പരിഹരിക്കുന്നു. ഇവിടെ കൗൺസിലർക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. മെറിറ്റ്സ്: ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്. ഈ പ്രക്രിയയുടെ നടത്തിപ്പിന് അധിക സമയം എടുക്കുന്നില്ല. ലെസ് മെച്ചുവർഡ് ആൻഡ് ലെസ് ഇൻ്റലിജൻറ്റ് ക്ലയൻറ്റ് ഇൻട്രാക്ട് വിത്ത് ആൻ എക്സ്പീരിയൻസ് കൗൺസിലർ, ദിസ് മെത്തേഡ് ഇസ് ബെസ്റ്റ്. പക്വതയില്ലാത്തവർക്കും ബുദ്ധിക്ഷമത കുറഞ്ഞവർക്കും ഈ രീതിയാണ് അനുയോജ്യമായിട്ടുള്ളത്. ഡിമെറിറ്റ്സ്: ദി കൗൺസിലർ ഫോൾസ് ഇൻ സേവിങ് ദി ക്ലയൻറ്റ് ടു കമ്മിറ്റ് ദി മിസ്റ്റേക്സ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ കക്ഷി ഉണ്ടാക്കുന്ന തെറ്റുകൾ പരിഹരിക്കാൻ പ്രബോധകന് അഥവാ കൗൺസിലർക്ക് സാധിക്കുന്നില്ല. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ദി ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് എനി ആറ്റിറ്റ്യൂഡ് ത്രൂ ഹിസ് ഓൺ എക്സ്പീരിയൻസ്. സ്വന്തം അനുഭവങ്ങളിലൂടെ വ്യക്തിയുടെ മനോഭാവത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അഥവാ നിയോഗരഹിത പ്രബോധനം. ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സെൻറ്റേർഡ് പ്രോസസ്. ഇത് പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള രീതിയാണ്. ഇൻ ദിസ് ദി കൗൺസിലർ ഈസ് എ പൈവറ്റ് ഓഫ് ദ വോൾ കൗൺസിലിംഗ് പ്രോസസ്. കക്ഷിയെ കേന്ദ്രീകരിച്ചുള്ള രീതിയായതിനാൽ ഇവിടെ കക്ഷിക്കാണ് നാം പ്രാധാന്യം നൽകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെർമിസീവ് കൗൺസിലിംഗ്. ഇത് നിയന്ത്രണരഹിത പ്രബോധനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മെറിറ്റ്സ്: ഇറ്റ് ഹെൽപ്പ് ദി കൗൺസിലർ ടു ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ആൻഡ് ടു അറ്റൈൻ ദി എബിലിറ്റി ഫോർ സെൽഫ് ഡിറക്ഷൻ. ഈ ഒരു രീതിയിലൂടെ കക്ഷിക്ക് അഥവാ ക്ലയൻറ്റിന് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള കഴിവ് ലഭിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ഹിം ടു അറ്റൈൻ മോർ സസ്റ്റൈനബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഹിസ് സിറ്റുവേഷൻ. ഈ ഒരു രീതിയിലൂടെ കക്ഷിക്ക് ഏതൊരു സാഹചര്യത്തിനോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് ലഭിക്കുന്നു. ഡിമെറിറ്റ്സ്: ഇറ്റ് ഈസ് യൂഷ്വലി മോർ ടൈം കൺസ്യൂമിങ്. അധിക സമയമെടുക്കുന്ന രീതിയാണിത്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ ലെസ് മെച്ചുവർഡ് ആൻഡ് ലെസ് ഇൻ്റലിജൻറ്റ് കൗൺസിലിംഗ്. പക്വതയില്ലാത്തവർക്കും ബുദ്ധിക്ഷമത കുറഞ്ഞവർക്കും ഈ രീതി അനുയോജ്യമല്ല. എക്ലക്റ്റിക് കൗൺസിലിംഗ് അഥവാ സമ്മിശ്ര പ്രബോധനം. It is a type of counseling which is neither counselor centered nor client centered but a combination of both. ഇത് നിയോഗരൂപ പ്രബോധനവും നിയോഗരഹിത പ്രബോധനവും സംയോജിപ്പിച്ചുള്ള ശൈലിയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. ഇത് അയവുള്ള ഒരു രീതിയാണ്. ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എക്സ്പ്രഷൻ ഈസ് ഓപ്പൺ ടു ബോത്ത് ദി കൗൺസിലർ ആൻഡ് ദി കൗൺസിലി. ഇവിടെ കക്ഷിക്കും പ്രബോധകനും ഒരുപോലെ തിരഞ്ഞെടുക്കുന്നതിനും ആശയങ്ങൾ രൂപീകരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിലർത്ഥമാക്കുന്നത് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പ്രബോധകനും കക്ഷിയുടെയും ഇടയിൽ നിലനിൽക്കുന്നു എന്നതാണ്. എക്സ്പീരിയൻസ് ഓഫ് മ്യൂച്വൽ കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദി റിലേഷൻഷിപ്പ് ആർ ബേസിക്. പരസ്പര വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. നിയോഗരൂപ പ്രബോധനം അഥവാ ഡയറക്റ്റ് മെത്തേഡ്, നിയോഗരഹിത പ്രബോധനം അഥവാ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഈ 2 രീതികളെയും താരതമ്യം ചെയ്യുമ്പോൾ സമ്മിശ്ര പ്രബോധന രീതിയാണ് ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത്. കൗൺസിലിംഗ് സ്കിൽ. Counseling is an art, and such like any art it requires certain specific skills if it is to be effective. പ്രബോധനം ഒരു കലയാണ്. ഓരോ കലയും കൂടുതൽ അർത്ഥവത്താകുന്നത് ചില നൈപുണ്യം അഥവാ സ്കിൽ അതിൽ ഉൾച്ചേരുമ്പോഴാണ്. പ്രബോധനം മികച്ചതാകുന്നതിന് ചില സ്കിൽ അഥവാ നൈപുണ്യം അനിവാര്യമാണ്. പ്രധാനമായും 8 സ്കില്ലുകളാണ് ഇതിലുള്ളത്. അക്വൈൻറ്റിംഗ് സ്കിൽ, ഒബ്സർവിംഗ് സ്കിൽ, ഫൗണ്ടിംഗ് സ്കിൽ, ഡയഗ്നോസിംഗ് സ്കിൽ, പേഴ്സണലൈസിംഗ് സ്കിൽ, റിഫ്രെയിമിംഗ് സ്കിൽ, ഇനീഷ്യേറ്റിംഗ് സ്കിൽ, evaluating skill. Counselor and his role. His main responsibility is to counsel the students and administer the guidance program. കുട്ടികൾക്ക് അനിവാര്യമായ പ്രബോധനം നൽകുക എന്നതാണ്
ഒരു പ്രബോധകൻ്റെ ഏറ്റവും വലിയ ചുമതല. മാത്രമല്ല, കുട്ടികൾക്ക് മാർഗനിർദ്ദേശവും നൽകുന്നു. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൗൺസിലർ. മാഗ്നറ്റിക് പേഴ്സണാലിറ്റി. ഏവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കണം പ്രബോധകൻ. വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്. എല്ലാ മേഖലകളിലും താൽപ്പര്യമുണ്ടായിരിക്കണം. പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്. വ്യക്തിഗത ക്രമീകരണം അനിവാര്യമാണ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പരസ്പര ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രബോധകൻ. ലീഡർഷിപ്പ്. നേതൃത്വം. ഫിലോസഫി ഓഫ് ലൈഫ്. പ്രൊഫഷണൽ ഡെഡിക്കേഷൻ. തൊഴിലിനോട് ഒരു സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് റോൾ ആസ് എ കൗൺസിലർ. ഏതൊരു അധ്യാപകനും ഒരു പ്രബോധകൻ്റെ ചുമതല കൂടെ നിർവഹിക്കേണ്ടത് അനിവാര്യമാണ്. കളക്ടിംഗ് സ്റ്റുഡൻസ് ഇൻഫർമേഷൻ. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കുക. ഐഡൻറ്റിഫൈങ് സ്റ്റുഡൻസ് പ്രോബ്ലം. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഇൻ അഡ്ജസ്റ്റിംഗ് ടു ദെയർ സറൗണ്ടിങ്സ്. കുട്ടികളെ അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുന്നതിന് സഹായിക്കണം. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഇൻ ദെയർ സ്റ്റഡീസ്. പഠനത്തിൽ കുട്ടികളെ സഹായിക്കുക. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഇൻ മേക്കിംഗ് റാഷണൽ ഡിസിഷൻ. യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക. ഹെൽപ്പിംഗ് ദി സ്റ്റുഡൻസ് വിത്ത് ദെയർ ലേണിംഗ് റൂട്ടീൻ. കുട്ടികളെ പഠനത്തിൽ സഹായിക്കുക, പഠന ക്രമീകരണത്തിലും സഹായിക്കുക. ഗിവിംഗ് അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക. ഇനി നാം പരിചയപ്പെടാൻ പോകുന്ന വിഷയമാണ് റാപ്പോർട്ട് ഇൻ കൗൺസിലിംഗ്. ആദ്യം തന്നെ റാപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. റാപ്പോർട്ട്, which means developing a relationship built on trust, അതായത് വിശ്വസ്തമായ ഒരു ബന്ധം വികസിപ്പിക്കുക അല്ലെങ്കിൽ വളർത്തുക എന്നെല്ലാമാണ് അർത്ഥം. The term used mostly in psychotherapy and clinical counseling. രണ്ടുപേർ ചേർന്നുള്ള സൗഹാർദ്ദപരമായ ബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്ന് കൗൺസിലറും മറ്റൊന്ന് കൗൺസിലിയും, which means the client feel comfortable and safe with the counselor. ഇനി നമുക്ക് വെബ്സ്റ്ററിൽ റാപ്പോർട്ടിനെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് നോക്കാം. The term rapport can be defined as a harmonious and sympathetic relationship between two people. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പുള്ളതും സഹതാപമുള്ളതും അഥവാ അനുഭാവമുള്ളതുമായ ബന്ധത്തെ റാപ്പോർട്ട് എന്ന് പറയുന്നു. The counselor used these techniques to establish rapport through sympathy, assurance, approval, humor, personal and non-personal reference. അതായത് കൗൺസിലർ അനുകമ്പ, ഉറപ്പ്, അംഗീകാരം, പ്രസന്ന മനോഭാവം, വ്യക്തിഗത അന്വേഷണം, സംശയ നിവൃത്തി വരുത്തൽ എന്നീ പ്രവർത്തന രീതിയിലൂടെ ആ വ്യക്തിയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു. Let us now see the differences existing between this guidance and counseling. Firstly, the guidance is a generalized service, whereas counseling is a specialized service. The second difference is the approach of guidance are broad and comprehensive process, whereas the approach of counseling are more precision and depth. Third difference is counseling includes in guidance and counseling is a part of guidance, not all of it. Guidance is a distributive phase, whereas counseling is a adjustive phase. Next difference is guidance given to normal individual, but counseling given for the abnormal behavior of the individual. Another difference is the guidance are personal or impersonal, which means it is open and less private, but counseling always personal and confidential. The guidance change are brought about in the attitude of the client, whereas in counseling changes are brought about in the feelings and emotion of the client. The guidance focus are more important to the person, whereas counseling gives more importance to the problem. The nature of the guidance is preventive and all-round development of the person, and counseling is remedial and curative or therapeutic function. Guidance provided one to many, which means service mean for all,
other hand, counseling provided only one-to-one, that means for persons with special problem. The guidance is continuous lifelong process, but the counseling not a lifetime process. The last and final difference is deals with guidance applied as mostly used with education and career related issues. Other hand, counseling is mostly applied on personal and social issues. Thank you.